ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിജയുടെ ഡ്രോയിങ് നമ്മൾ ചെയ്ത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് വിജയുടെ ഹെയർ ആണ്. മുടി കാര്യങ്ങളൊക്കെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പം മുടി വരയ്ക്കുമ്പം മിക്കവർക്കും ഇപ്പോഴും അറിയത്തില്ലാത്തൊരു കാര്യമാണ് അത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്തിട്ട് വരയ്ക്കാനിരിക്കുക. കാരണം മുടി വരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്താൽ നമുക്ക് ആ മുടി നല്ല രീതിയിൽ വരയ്ക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ അതിൽ ഹെയർ സ്റ്റൈൽ എങ്ങനെ വന്നേക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആർട്ട് ലൈൻ്റെ 6B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 6B ഉപയോഗിച്ച് വരച്ചിട്ട് പിന്നീട് 10B യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റായിട്ടാണ് വരച്ച് പോകുന്നത്. ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ആദ്യം നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ വരയ്ക്കുന്ന ഈ ഒരു സ്ഥലത്ത് ലൈൻസ് മായ്ക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളവിടെ നല്ല കറുത്ത മുടിയാണ് വരുന്നത്. അപ്പം ആ ഒരു ഭാഗത്ത് നമ്മൾ ലൈൻസ് മായ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിന് മുകളിൽ വരച്ച് പോയാൽ മതി. ആ ഒരു ലൈന് അതിൻ്റെ അകത്ത് നമ്മൾ വരയ്ക്കുമ്പം അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ട് പോയിക്കോളും. അതേസമയം ലൈറ്റായിട്ട്, അതായത് നമുക്ക് ചെറിയ ലൈറ്റ് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് മുടിയാണെങ്കിൽ പോലും. അപ്പം ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ആ ഭാഗത്ത് ലൈൻസ് മായ്ച്ച് കളയുക. അല്ലാത്തടത്ത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നിടത്തൊന്നും ലൈൻസ് മായ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് അതിന് മുകളിൽ വരച്ച് പോയാൽ മതി. പിന്നെ നമുക്ക് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ലൈന് അവിടെ, അതായത് നമുക്ക് അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ട് പോയിക്കോളും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ 10B പെൻസിൽ ഉപയോഗിച്ച് ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ വരച്ച് കൊടുക്കുകയാണ്. അതവിടെ ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഫോട്ടോ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അവിടെയെല്ലാം നല്ല രീതിയിൽ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അവിടെ എല്ലാം ഫില്ല് ചെയ്യുന്നുണ്ട് വരച്ചിട്ട്. പിന്നെ നമുക്ക് ബാക്കി മുകളിലോട്ട് വരുമ്പം കുറച്ച് ലൈറ്റ് ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് മുടിയിൽ വരുന്ന ഭാഗത്ത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ചെറുതായിട്ട്, അതായത് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതുപോലെ ഇങ്ങോട്ട് ഈ സൈഡിലോട്ടൊക്കെ വരുന്ന ചെറിയ നരച്ച മുടി വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ആദ്യം വരച്ച് പോവുക. അതായത് ആദ്യം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഇടുക. അവിടെ എവിടെയാണ് നരച്ച മുടി വരുന്നതെങ്കിൽ ആ ഒരു ഭാഗം ഔട്ട്ലൈൻ പോലെ ഇട്ടിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത് പോവുക. അതായത് കുറച്ച് കറുപ്പിച്ച് വരച്ച് പോവുക.
അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മളിവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു പാർട്ട് കൊണ്ട് നമുക്ക് ഫേസ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നത്തെ ഒരു പാർട്ട് നമുക്ക് ഈ ഡ്രോയിങ് മൊത്തമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സംശയമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെസ്സേജ് ആയിട്ട് ചോദിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.